സർവമായ ഒരു ഇടവേളയ്ക്ക് ശേഷം നിവിൻ പോളി നായകനായെത്തിയ സർവമായ ഇന്ന് കണ്ടു. അഖിൽ സത്യൻ സംവിധാനം ചെയ്തിരിക്കുന്ന സർവമായ ഒരു നിവിൻ പോളി മൂഡിൽ തന്നെ കഥ അവതരിപ്പിക്കുന്ന ചിത്രമാണ്. അതായത് മാസ് കണ്ടൻ്റ് ഉള്ള പടങ്ങളിലും അല്ലാത്ത ഫീൽ ഗുഡ് സ്വഭാവമുള്ള ചിത്രങ്ങളിലും ഒക്കെ നിവിൻ പോളിയുടെ പടങ്ങൾക്ക് ഒരു പ്രത്യേക ഫ്ലോ ആണല്ലോ. ആ ഒരു ഫ്രീക്വൻസി തന്നെയാണ് സർവമായയ്ക്കും ഉള്ളത്. കൂടെ അഖിൽ സത്യൻ എന്ന സംവിധായകൻ്റെ ടിപ്പിക്കലായുള്ള സ്റ്റൈലും മിതത്വവും ഒക്കെ തന്നെ ഈ സിനിമയിൽ കൃത്യമായി കാണാം. ഒരു സമ്പന്ന ബ്രാഹ്മണ കുടുംബത്തിലെ ഇളയ പുത്രനാണ് പ്രഭേന്ദു എന്ന നായക കഥാപാത്രം. സംഗീതത്തിൽ താല്പര്യമുള്ള നായകന് പൂജാവിധി കർമ്മങ്ങളിലോ ദൈവത്തിലോ ബ്രാഹ്മണ പൈതൃകങ്ങളിലോ താല്പര്യം തീരെയില്ല. ഇങ്ങനെ ജീവിക്കുന്ന അയാളുടെ ജീവിതത്തിലേക്ക് പൂജയും അതോടൊപ്പം തന്നെ ഒരു അദൃശ്യ ശക്തിയും കടന്നു വരുന്നതോടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ഒരു ഗോസ്റ്റ് ഫാക്ടർ ഉണ്ടെന്നിരിക്കലും പടം ഹൊറർ മൂഡ് അല്ല പിടിച്ചിരിക്കുന്നത്. പക്ക കോമഡി മൂഡും അല്ല സിനിമയുടേത്. വളരെ വലിയ പൊട്ടിച്ചിരികൾ ഉണ്ടാക്കുന്ന ഹ്യൂമർ രംഗങ്ങൾ അല്ല സിനിമയിൽ ഉള്ളത്. മറിച്ച് ചെറുപുഞ്ചിരികൾ നൽകുന്ന കുഞ്ഞു കുഞ്ഞു കോമഡി രംഗങ്ങൾ സിറ്റുവേഷൻസ് അനുസരിച്ച് സിനിമയിൽ കാണാം. മനോഹരമായ കളർഫുൾ രംഗങ്ങൾ കൊണ്ടും സംഗീതം കൊണ്ടും സിനിമ മൊത്തത്തിൽ ഒരു ഭംഗിയായ കാഴ്ചാരസം പ്രേക്ഷകന് നൽകുന്നു. അജു വർഗീസ് ചിത്രത്തിൽ നിവിൻ്റെ ബന്ധുവും സുഹൃത്തും ആയി ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നു. അത് അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ ഭംഗിയാക്കി. മധു വാര്യർ നിവിൻ്റെ സഹോദരനായും രഘുനാഥ് പലേരി അച്ഛൻ്റെ വേഷവും ചെയ്തു. വിനീതും മേതിൽ ദേവികയും വിജീഷും ഒക്കെ അവരവരുടെ റോളുകൾ ഓർമ്മിക്കത്തക്കതാക്കി. സിനിമയുടെ ആകെ ദൈർഘ്യം 2.5 മണിക്കൂർ ആണെങ്കിലും കഥയുടെ മെയിൻ പ്ലോട്ട് വളരെ ചെറുതാണ്. അതുപോലെ സിനിമയുടെ ലൊക്കേഷനുകൾ നോക്കിയാലും വളരെ ലിമിറ്റഡ് ആയാണ് തോന്നിയത്. കുറേയേറെ ഇൻഡോർ സെറ്റപ്പും ആണ് ചിത്രത്തിനുള്ളത്. പണം വാരി വലിച്ച് ചിലവാക്കിയതായി ഫീൽ ചെയ്തില്ല എന്ന് തന്നെ പറയാം. നിവിൻ പോളി തൻ്റേതായ ശൈലിയിൽ പടത്തിലെ റോൾ ഭംഗിയാക്കി. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസും മറ്റു അഭിനേതാക്കളുമായുള്ള കോമ്പിനേഷനും ടൈമിങ്ങും ഒക്കെ തന്നെ കൃത്യമായി തന്നെ വന്നു. ചിത്രത്തിൻ്റെ ടെക്നിക്കൽ വശവും രംഗങ്ങളുടെ ഭംഗിയും മ്യൂസിക്കും ഒക്കെ തന്നെ നന്നായി. കഥയുടെ കാര്യത്തിൽ വളരെ പുതുമ എന്നൊന്നും പറയുവാൻ കഴിയില്ല. പക്ഷേ കഥ പറഞ്ഞിരിക്കുന്നതും അവതരിപ്പിച്ചിരിക്കുന്നതും ഒക്കെ ഒരു താളത്തിലും രസത്തിലും ആണ്. ഗസ്റ്റ് റോളിൽ വന്ന അൽഫോൺസ് പുത്രനും അൽതാഫ് സലീമും പ്രിയ വാര്യരും ഒക്കെ നന്നായിരുന്നു. ജനാർദ്ദൻ്റെ ത്രൂ ഔട്ട് റോളും ഓർമ്മിക്കത്തക്കതായിരുന്നു. പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആർട്ടിസ്റ്റുകളും സിനിമയിൽ സീനിയർ താരങ്ങളുടെ കൂടെ പിടിച്ചു നിന്ന് തന്നെ പെർഫോം ചെയ്തു. ആകെ നോക്കുമ്പോൾ സിനിമയെക്കുറിച്ച് അമിതമായി പുകഴ്ത്തി പറയുവാനോ എന്നാൽ വളരെ താഴ്ത്തി പറയുവാനോ ഇല്ല. നല്ല കുറേ മൊമെൻറ്റ്സ് തരുന്ന, തിയേറ്ററിൽ കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണുവാൻ കഴിയുന്ന പ്രമേയപരമായി ഒരു ചെറിയ പടമാണ് സർവമായ. ഒരു കളർഫുൾ അനുഭവം എന്ന് പറയാം. ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ മിതത്വമായി എഴുതി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഫീൽ ഗുഡ് ഔട്ട്പുട്ട് തരുന്ന, ഒരു തവണ കണ്ടിരിക്കാൻ കഴിയുന്ന ഓക്കെ സിനിമയാണ് സർവമായ.